പ്രസിഡന്റ്, ഇപ്പൊ അൻവർ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആരുടെ വോട്ടായിരിക്കും അൻവറിന്റെ പാർട്ടി പിടിക്കുക എന്നാണ് കോൺഗ്രസ് കരുതുന്നത്? അതിപ്പോ എനിക്ക് പറയാനൊന്നും കഴിയില്ല. അദ്ദേഹത്തോട് താല്പര്യമുള്ള വ്യക്തി താല്പര്യമുള്ള ആളുകൾ കുറേയുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവാം. അദ്ദേഹത്തിന് തീരുമാനം അതാണെങ്കിൽ അദ്ദേഹം ആ വഴിക്ക് പോകും. നമുക്കതിനകത്ത് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസിനൊന്നും ക്ഷീണം ചെയ്യാൻ പോകുന്നില്ല. അത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. മലപ്പുറത്തെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും രാഷ്ട്രീയപരമായി ദൃഢതയുള്ളവരാണ്. അവരൊന്നും ആരും കാറ്റ് കണ്ടാൽ ആടുന്നവരല്ല. അതുകൊണ്ട് അവരിവിടെയും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ വളരെ വർഗീയമായി മലപ്പുറം ജില്ലയെ കുറിച്ചൊക്കെ പറയുന്ന, ഇപ്പൊ അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത് ഒരു PR ഏജൻസി എഴുതി കൊടുത്താണ്. അതെ അതെ, ഒരു PR ഏജൻസി എഴുതി കൊടുക്കുന്ന അത്ര രാഷ്ട്രീയ ബോധ്യമുള്ള ഒരാളാണ് കേരളം? ഒരിക്കലുമല്ല. അത് ശുദ്ധ കളവും ശുദ്ധ അസംബന്ധമാണ് പറയുന്നത്. ഒരിക്കലും PR ഏജൻസി അങ്ങനെ എഴുതി കൊടുക്കുകയില്ല. PR ഏജൻസി എന്ന് പറഞ്ഞാൽ വളരെ റെസ്പോൺസിബിൾ ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അവരൊന്നും അങ്ങനെ ചോദിക്കാതെയും പെർമിഷൻ ഇല്ലാതെയും അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. അത് അദ്ദേഹം കൊടുത്തത് തന്നെയാണ്. പിന്നെ എന്തെല്ലാം അദ്ദേഹം തള്ളി പറയുന്നു? ഈ ഒരു കാര്യം മാത്രമാണോ? കേരളത്തിൽ അദ്ദേഹം BJPയുമായി സഖ്യത്തിൽ 1970 അദ്ദേഹം BJPയുടെ വോട്ടും വാങ്ങി MLA ആവുന്ന ആളാണ്. അന്ന് മുതൽ അയാൾക്ക് BJP ഒരു ബന്ധമുണ്ട്. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിനകത്തും അദ്ദേഹം BJPയുടെ പിന്തുണ വാങ്ങിയിട്ടുണ്ട്. BJPയുമായി സുദൃഢമായ ബന്ധം വർഷങ്ങളായി കാലാകാലങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇടതുപക്ഷ ധീരനായ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹം എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തിന് വ്യക്തിപരമായി BJPയെ കൊണ്ട് കിട്ടുന്ന ലാഭം ചെറുതല്ല. സാമ്പത്തിക വരുമാനമുണ്ട്. അദ്ദേഹം നിരവധി തവണ ജയിലിൽ പോകേണ്ടുന്ന മുഴുവൻ കേസുകളും ഈ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസി അന്വേഷിക്കാതെ അദ്ദേഹത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് അറിയാലോ. എണ്ണി പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. BJP പ്രസ്താവനയെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞത്, കാലങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി വരെ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ്. ഏതിനെ കുറിച്ച്? ഈ പറഞ്ഞ മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം. അതെ, അത് BJPയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണം മുതൽ അവരുടെ നയമാണത്, അവരുടെ കാഴ്ചപ്പാടാണിത്. ആ കാഴ്ചപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റെടുത്ത് പറയുന്നു എന്ന് പറയുമ്പോൾ അത് BJPക്കാർ പറയില്ലേ? അപ്പോൾ അത് പറഞ്ഞില്ല എന്നല്ലല്ലോ പറയുന്നത്, പറഞ്ഞു എന്നല്ലേ അദ്ദേഹം പറയുന്നത്, BJPക്കാരും പറയുന്നത്. അവർ പറഞ്ഞതുകൊണ്ട് അത് അവർക്ക് മുകളിലേക്ക് എടുക്കുന്നു. സ്വാഭാവികമല്ലേ? പിണറായി വിജയന്റെ ഇന്നത്തെ ഇതെല്ലാം തടിയൂരാനാണ്. അദ്ദേഹം ശശിയെ എന്തിനു കൊണ്ടുപോയി ആക്കി? ഞാൻ ശശിയെ ആക്കിയപ്പോൾ ഞാനതിനെ തെളിവേണ്ട ആളൊന്നുമല്ല. എന്നാൽ പോലും ഞാൻ ഞങ്ങളുടെ പ്രവർത്തകന്മാരോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി ഈ ശശിനെ വീണ്ടും എടുത്തത്? ഇദ്ദേഹം മുമ്പ് ഇതുപോലെയൊക്കെ വർക്ക് ചെയ്ത ആളാണ്. ഇദ്ദേഹം മുമ്പ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരുന്ന ആളാണ്. ഇദ്ദേഹത്തെ പാർട്ടിയിൽ കണ്ണൂരിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാർ ഒന്ന് അന്വേഷിച്ചു പോയിട്ട്. അൻവർ പറയുന്നില്ലേ? അൻവറിനെ തെറി വിളിക്കുന്നില്ലേ? ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വനിതകളോട് ശൃംഗരിക്കുന്നു, വനിതകളുടെ ഫോൺ വാങ്ങുന്നു, ഫോൺ വിളിക്കുന്നു, അസ്വസ്ഥത കൊണ്ട് പലരും പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ വളരെ രൂക്ഷമായി വിമർശിച്ച CPM നേതാക്കന്മാരുണ്ട്. നിങ്ങൾ പോയി മോളെ കണ്ണൂരിൽ തളിപ്പറമ്പിൽ പോയി അന്വേഷിക്ക്, എന്തിനാ ഇദ്ദേഹത്തെ പാർട്ടിയെ സസ്പെൻഡ് ചെയ്തതെന്ന്. അവിടെ ഇതുപോലത്തെ സ്ത്രീകളുമായുള്ള ബന്ധത്തിന്റെ പുറത്താണ് CPM അന്ന് സസ്പെൻഡ് ചെയ്തത്, പാർട്ടി പുറത്താക്കിയത്. വർഷങ്ങളോട് അദ്ദേഹം പുറത്താ. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഈ സ്ഥാനത്ത് ഒരു ഉത്തരവാദപ്പെട്ട എത്രയും വലിയൊരു സ്ഥാനത്ത് പിണറായി വിജയൻ ഇരുത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലക്ക് വെളിവില്ല എന്നാണ് എൻ്റെ അർത്ഥം. വെളിവുള്ള ഒരാൾ ചെയ്യില്ല. കാരണം അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഒരു മനുഷ്യനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അകത്ത് ഓളിനോളാക്കി വെക്കുന്നത് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ, ബുദ്ധിസ്ഥിരതയുള്ള ഒരാൾ ചെയ്യില്ല. അതാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ഇത്രയേ അറിയൂ. അദ്ദേഹത്തിന്റെ കാര്യം നടക്കണം. അദ്ദേഹം പണം ഉണ്ടാക്കുന്നുണ്ട്, മകള് പണം ഉണ്ടാക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി മറ്റുള്ളവർ പണം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പണമുണ്ട്, അദ്ദേഹത്തിന് സേഫ്റ്റി ഉണ്ട്. BJPക്കാരുടെ പിന്തുണയുള്ള കാലം വരെ പോലീസ് വരൂല. ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവരും വരൂല. സുഖം, ഭദ്രമായ കോട്ടയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പണം കൊയ്യാണ്. അയാൾക്ക് എന്ത് രാഷ്ട്രീയ തത്വശാസ്ത്രം, എന്ത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടാ? ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ് ഇങ്ങനെ ആവാൻ പാടുണ്ടോ? ഞങ്ങൾ അതിനെ വിമർശിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഇടതുപക്ഷക്കാരൻ പറയട്ടെ, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്. രാജിവെച്ച് പോകേണ്ട സമയം കഴിഞ്ഞു. എത്രയോ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട സമയം കഴിഞ്ഞു. അവിടെയൊക്കെ അദ്ദേഹം സ്വന്തം തറവാട്ടിൽ സ്വത്തുണ്ടാക്കാനുള്ള ശ്രമത്തിൽ മാത്രമേ മുഖ്യമന്ത്രി മുഴുകിയിട്ടുള്ളൂ. മുഖ്യമന്ത്രിക്ക് നാട് വേണ്ട, മുഖ്യമന്ത്രിക്ക് ജനം വേണ്ട, മുഖ്യമന്ത്രിക്ക് നാടിലെ പുരോഗതി വേണ്ട. കുടുംബത്തിന്റെ പുരോഗതി മതി, കുടുംബത്തിന്റെ സമ്പന്നത മതി.